ജ്യോതിർ ഘോഷ്. ഇവിടെ ഇപ്പോൾ പല വിഷയങ്ങൾ, പരാജയത്തിനിടയാക്കിയ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ എന്ന് പറയുന്നത്, കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ CPM-നെ കാലങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായി നേതൃത്വത്തിൻ്റെ ശരീരത്തിൽ ചെന്ന് കൊള്ളുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് റിവ്യൂ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: The lapses in candidate selection in Payyanur and Taliparamba was accepted self-critically in the Kannur District Committee review report. When approving the names of candidates recommended by the District Committee, the State Secretariat and State Committee also committed lapses. സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പിഴവ് വന്നു എന്ന് പറയുമ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിന് ഉത്തരവാദിത്വമുണ്ട്, പയ്യന്നൂരിലെ മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലാതെ ജില്ലാ കമ്മിറ്റിക്കോ ജില്ലാ നേതൃത്വത്തിനോ അല്ല എന്ന് കൂടി പറയുമ്പോൾ വിരലുകൾ കൃത്യമായും ചൂണ്ടപ്പെടുന്നത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നു അഭിലാഷ് ആദ്യമായിട്ടാണ് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ എബ്രഹാം ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പറയുന്നത് ഈ പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അതിൻ്റെ ഉള്ളടക്കം അതാണല്ലോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ആദ്യമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലാണെന്ന് തോന്നുന്നു, സമ്മതിക്കലാണെന്ന് തോന്നുന്നു. അത്രയെങ്കിലും മാറ്റമുള്ള നല്ല കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പം ഈ MR അജിത് കുമാർ പിന്നെ സസ്പെൻഷൻ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം CAT-യിൽ ഹർജി കൊടുത്തു. ആ CAT ഹർജി തള്ളി. ഈ MR അജിത് കുമാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൻ്റെ എങ്ങനെയാണോ ആ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന കറപ്ഷൻ തുടങ്ങിയിട്ടുള്ള കറപ്ഷൻ മാത്രമല്ല, രാഷ്ട്രീയമായിട്ടും അല്ലാതെയും എല്ലാ രീതിയിലുമുള്ള ഈ അനഭിലഷണീയമായ നടപടികൾ മുഴുവൻ നടന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ MR അജിത് കുമാർ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ 50% മാത്രമേ കുറ്റവാളിയാവുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് കുറ്റവാസന ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വന്നപ്പോൾ അത് നന്നായിട്ട് മുതലെടുത്തു. മറിച്ച് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നേതാവാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതെങ്കിൽ ഒരിക്കലും ഒരു കറപ്റ്റായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ പോലും ആ ഒരു വഴിയിലേക്ക് പോകാൻ തയ്യാറാവില്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറിയൊരവസ്ഥ മാത്രമല്ല, ഈ ക്രിമിനൽ വൽക്കരണം പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങൾ എടുത്തു നോക്കുക. ഈ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയാണ്. ഇപ്പോൾ മയക്കുമരുന്ന് പിടിക്കുന്ന പിടുത്തം കണ്ടില്ലേ? ഇവിടെ വളരെ സജീവമായിട്ടൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രയാസമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിലെ ജില്ലാ തലത്തിലുള്ള ക്രിമിനൽ വൽക്കരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നിനി ഈ പാർട്ടിയുടെ തിരുത്തലിലേക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് തിരുത്തൽ സാധ്യതയാവുന്നത്, എന്ത് രാഷ്ട്രീയത്തിലാണ്. കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവാണല്ലോ, ഒരു കണ്ണട നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യക്തിയും തമ്മിലുള്ള ബന്ധവും അതേപോലെ തന്നെ സ്വജനപക്ഷപാതം ഒരു തീരുമാനമെടുക്കുന്നതിലെ വ്യക്തതയും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതാണെങ്കിലും എന്ത് തീരുമാനമാണെങ്കിലും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. ആ കാഴ്ചയ്ക്കാണല്ലോ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം എങ്ങനെ ഈ പാർട്ടിക്ക് ഇനി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ ജില്ലാ നേതൃത്വ സ്ഥാനത്തിലിരിക്കുന്ന നമുക്ക് പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെ മോശകരമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരും കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരും ജയിലിൽ കടന്നവരും ഒക്കെ പലയിടത്തും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഹിന്ദുത്വ വർഗീയത കാര്യം പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ടാണ് അവതരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തി ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു. മലപ്പുറത്ത് രാജ്യദ്രോഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ അതൊന്നും കൂടെ വ്യക്തമായിട്ട് മലപ്പുറത്ത് നിന്ന് പ്രസംഗിക്കുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് ആദരം. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ പ്രയോഗമായിരിക്കണം ഈ സരസ്വതി വിലാപം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വാസ്തവത്തിൽ ഈ BJP-ക്കാർക്കൊന്നും ഈ സംസ്കാരത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിട്ടാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഗണേശൻ്റെ വായിട്ട് വരുന്ന പ്രയോഗങ്ങളാണ് സരസ്വതി വിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്കാരത്തെ ആക്ഷേപിക്കുന്ന തുല്യമല്ലേ. അതിനുശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു അഭിലാഷുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു ഗോവിന്ദ മാസ്റ്റർ തലേ ദിവസം പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ RSSമായിട്ട് ഒന്നിച്ചിട്ടുണ്ടല്ലോ എന്ന്, അല്ലേ? അതെ അതെ. അതിനുശേഷം പിന്നെ AK ബാലൻ്റെ പ്രസ്താവനകൾ ഇതെല്ലാം ഒരു മാല പോലെ ഇങ്ങനെ വരികയായിരുന്നു ചെയ്തത്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം. അതിനകത്ത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അയ്യപ്പ വിഗ്രഹം
പിണറായി വിജയൻ അവിടെ സ്വീകരണ വേദിയിൽ വെച്ച് സമ്മാനമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് യോഗിയുടെ ഈ സന്ദേശം വായിക്കലും ഇതെല്ലാം ഒരു 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 അജണ്ടയുടെ പ്ലാനായി ഒരു ഭാഗമായിരുന്നു. എന്നിട്ട് അത് മാറിയിട്ട് ഇനിയിപ്പം ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രക്ഷകനാകാൻ ശ്രമിക്കുന്നു. അതേപോലെ എന്ത് ചെയ്യണമെന്നറിയുമില്ല. ഈ മൃദു ഹിന്ദുത്വത്തിൻ്റെ വഴി പോകണോ അതോ ഇനി അല്ലാതെ ഈ മൈനോറിറ്റീസിൻ്റെ പിന്നാലെ പോകണോ? ഇപ്പോൾ കൊല്ലം, കണ്ണൂർ ഈ രണ്ട് പ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഈ കൊല്ലത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ എന്ത് ചെയ്താലും ഒരു മാറ്റത്തിന് തയ്യാറാവാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടെ ഇന്ന് കൊല്ലം നഗരസഭയിൽ എനിക്ക് തോന്നുന്നു 11ആണോ 9 എന്നറിയില്ല, ഉറപ്പില്ല, പിന്നെ പ്രതിനിധികളുണ്ട്. അതേപോലെ ചാത്തന്നൂർ പോലുള്ള സ്ഥലത്ത് അവിടുന്ന് MLA വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പാർട്ടി കാണുന്നില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതൊന്നും ഈ റിവ്യൂവിനകത്തില്ല. ഈ റിവ്യൂവിനകത്ത് ഈ കേട്ട മാസപ്പടിയെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശവും ഇല്ല. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരം ഈ പാർട്ടിക്ക്, ഈ കേന്ദ്ര കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്കോ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ തൊഴിലാളി വർഗ ഇന്ന് MA ബേബി തലസ്ഥാന നഗരിയിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം വിട്ടുകൊടുക്കില്ല, കീഴടങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തൊഴിലാളി വർഗ സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ സമരം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ വലിച്ചിറക്കാൻ ഇടയായ ഒരു സംഗതി ആശാ വർക്കർമാർ. കാരണം അവരുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനായിട്ടുള്ളവരുടെ അവസ്ഥ മനസ്സ് അവരുടെ ഭാഗത്തേക്ക് അറിയാതെ ചേർന്ന് പോകും. ഇവരെ എങ്ങനെ ഇങ്ങനെ ദ്രോഹിക്കാൻ കഴിയും? അവരോട് എങ്ങനെ ഇങ്ങനെ ഒരു സമീപനം എടുക്കാൻ കഴിയും? ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യത്വത്തെക്കാൾ വലിയ രാഷ്ട്രീയം വേറൊന്നുമില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കൊണ്ട് വെച്ച് നേതൃത്വ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദൻ മാഷ് അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പിണറായി വിജയനിൽ വെച്ചിട്ട് നേതാവെ കൊണ്ടുനടക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും പാർട്ടിയിലൊരു സ്വാധീനമുള്ളെങ്കിൽ ആധിപത്യമുള്ള നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു വല്ലാത്ത ഒരു അവസ്ഥയെ, മാത്രമല്ല ഈ ബംഗാളിലെ കണക്ക് കേരളത്തിലെ പാർട്ടി ആവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല സംഗതി. കാരണം ഈ CPM-നകത്ത് ഇന്നും അതിൻ്റെ അണികളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ജീവിതത്തിൽ കുറേ നല്ലോണം വിദ്യാഭ്യാസമുള്ളവരും ജീവിതത്തിലെ മൂല്യങ്ങൾ വളരെ ഇതായിട്ട് ഉയർത്തിപ്പിടിക്കുന്നവരും സത്യസന്ധരുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അതാണ് ഇതിൻ്റെ ആ ഒരു ജനവിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം UDF വോട്ട് ചെയ്തത്. അപ്പോൾ അവിടെയാണ് ഈ പാർട്ടി അതിനെയൊക്കെ എങ്ങനെ ഈ പാർട്ടി അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അസാധ്യമായ സർഗശേഷിയുള്ള അപാരമായ സർഗശേഷി. എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ EMSൻ്റെ ഒരു 10 മടങ്ങ് സർഗശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഈ പാർട്ടിയെ ഒരു ഏതെങ്കിലും രീതിയിൽ തിരുത്തിയോ അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയോ